തെയ്യങ്ങളുടെ നാട്ടിലേക്ക് ഒരു യാത്ര. ഇത് ഇവരുടെ 4ാമത്തെ ക്യാമ്പാണ്. ഇവിടെയായിരുന്നു സ്റ്റേ. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, കുറേ പേര് ഇനിയും വരാനുണ്ട്. വൈകുന്നേരത്തോടെ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇനി തെയ്യം കാണാൻ കാവിലേക്ക്. വണ്ടിയിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. എവിടെ നിന്നൊക്കെ വന്നവർ ഒരു ഫാമിലി ആകാൻ അധികം സമയം വേണ്ടി വന്നില്ല. രാവിലെ പാലക്കാട് നിന്ന് ട്രെയിൻ കയറിയപ്പോൾ സ്കൂൾ കുട്ടികൾ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് വരുന്നുണ്ടായിരുന്നു. കോളേജത്തെയും സ്കൂളത്തെയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നുപോയി. കാവിലേക്ക് പോകുന്ന ഈ ഒരു യാത്ര വീണ്ടും ആ ഓർമ്മകൾ തിരിച്ചു നൽകി. വെറുതെ കണ്ടുപോവാതെ അതിൻ്റെ എല്ലാ എസൻസോടും കൂടി അത് മനസ്സിലാക്കി, എന്താണ് അതിൻ്റെ ഫ്ലേവേഴ്സ് മനസ്സിലാക്കി, അതിൻ്റെ കഥാപശ്ചാത്തലം അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന സമയങ്ങൾ, അതിൽ വേഷം കെട്ടുന്നവരുടെ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയി അത് അങ്ങനെ കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ട്രൂ ഫീൽ നമുക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യം കാണാൻ വരും, കണ്ണൂർ വരും, ഏതെങ്കിലും ആൾക്കാർ. വളരെ പഴക്കം ചെന്ന റിച്വലാണ്. ഒരു ആർട്ട് ഫോമിന് അപ്പുറത്തേക്ക് അതിനകത്ത് പല സംഗതികൾ ഒരുമിച്ച് വരുമ്പോൾ, ഇപ്പോൾ എഴുത്ത് വരുന്ന സമയത്ത് അതൊരു ആർട്ടാണ്. മുഖത്തെഴുത്ത് വരുമ്പോൾ അതിൽ ചെണ്ട വരുന്നുണ്ട്, ഡാൻസ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരുപാട് കലകളുടെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരുപാട് കലകൾ കൂടിച്ചേർന്ന സാധനം തെയ്യം. അപ്പോൾ നമ്മൾ പൊതുവെ തെയ്യക്കാരെ നമ്മൾ എന്താ പറയുക, ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയും. പക്ഷെ തെയ്യക്കാരെ അതിനും അപ്പുറത്താണ്. തെയ്യക്കാരെ നമുക്ക് ആ ഒരു ആർട്ടിസ്റ്റിനുള്ള ഒരു ഫ്രെയിമിനകത്ത് ഒതുക്കാൻ പറ്റില്ല. സാധാരണ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ് അവർ. പിന്നെ ഒരുപക്ഷെ നമ്മൾ അങ്ങനെ കാണാത്ത ഒരു ചുറ്റുപാടത്തൊന്നും അവരുണ്ടാവില്ല. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുപരിചയമൊന്നും അവർക്ക് പരിചയം ഉണ്ടാവില്ല. 200-300 കൊല്ലത്തെ പഴക്കമുള്ളതെന്ന് പറയുന്നത് ഈ ശങ്കരാചാര്യമായിട്ടുള്ള കാര്യമൊക്കെ പിന്നെ വന്നാന്ന് പറയുന്നത്. തെയ്യത്തിൻ്റെ ഗർഭഗ്രഹമാണ് അനിയറ എന്ന് പറയുന്നത്. തെയ്യം ജനിക്കുന്ന അവിടെ നിന്നാണ്. അപ്പോൾ തെയ്യത്തിൻ്റെ നമ്മളിപ്പോൾ തെയ്യക്കാരെ നമ്മൾ കാണും, പക്ഷെ തെയ്യത്തിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. തെയ്യത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ, മുഖത്തെയ്യുന്ന ആൾക്കാർ, ചമച്ച് കെട്ടുന്ന ആൾക്കാർ, കോലത്തിൻ്റെ ഓരോ നൂല് വരെ എടുക്കുന്ന ആൾക്കാർ, തയ്ക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് തെയ്യത്തിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ എന്താ പറയുക, കട്ടൻ്റെ പിന്നിലാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് തെയ്യക്കാരുണ്ട്. ഇപ്പോൾ അടുത്ത് തെയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമാണ് പത്മശ്രീ കിട്ടിയത് നാരായണപ്പെരുണ്ണാൻ. നാരായണപ്പെരുണ്ണാനെ പോലത്തെ ഒരാളെ തേടി പത്മശ്രീ വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടെ കണ്ണൂർക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം ആ മേഖല പാടെ അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ്. അമ്മയുടെ ഓരോരുത്തരെ പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി എല്ലാവരും കൂടുതൽ പരിചയപ്പെട്ട് കഴിഞ്ഞു. 2 കാവിലേക്കുള്ള യാത്ര ഏകദേശം കുറച്ച് മണിക്കൂർ ഉണ്ടെങ്കിലും എല്ലാവരും സെയിം വൈബായതുകൊണ്ട് ആ ഒരു മണിക്കൂറൊന്നും പ്രശ്നമല്ലായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർന്നേൽപ്പാണ് ഓരോ തെയ്യവും. ഇവിടെ കൈയെടുക്കുമ്പോൾ കൊണ്ടുപോകുന്ന ബന്ധമായിട്ട് നാലാളെ സമീപ സമുദ്രം ഇവിടെക്കാട് കളിക്കുലകരമായി ജയിക്കുവാൻ കൊണ്ടുപോകും. വിദ്യാഭ്യാസമാണ് പറയും, അക്ഷരമാണ്. പക്ഷേ സമ്പത്തായിട്ട് നല്ല വാക്കും നല്ല പ്രവൃത്തികളും മുന്നോട്ട് പോകുന്ന സമയത്ത് പഠിക്കാൻ ഈശ്വരൻ ഉണ്ടാവാട്ടോ. അനുഭവത്തിനാവട്ടെ. സന്തോഷം സമാചാരേ ആത്മാവിന്റെ ആത്മാവായ സാക്ഷിയായ ദേവന്മാരെ കാണുന്നവർ ഇത്തരക്കുറിപ്പിയോട് ഞങ്ങളെ കാണാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പോകുമ്പോഴും വീണ് പോകുന്ന ബന്ധമായ ക്ഷേത്രത്തിന്റെ ഭാഗ്യമാണ്.
പേരും ധ്യാനമുണ്ടാക്കട്ടോ അടിച്ചടി മന്ത്രി വഴിപോരുമെണ്ണം കൊണ്ടുകൂടി പ്രാർത്ഥിക്കുന്ന സമയത്തുകൾ ദൈവം വിളിയുണ്ടാവട്ടെ കൂടുതലും മുറക്കിലും വാക്കിലും വചനം കൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും നാനാ എവിടെ പോയാലും വീണ് പോകുന്നത് ബന്ധമായിട്ടുണ്ടാവാം കാണാം കേട്ടോ കാണാൻ കൈയെടുത്തിരുന്നില്ലേ ഊപിച്ചും ഭാവിച്ചും പിടിച്ചിരിക്കുന്ന വിളിയായിട്ട് പോലെ എവിടെ കൈയെടുക്കുമ്പോഴും ഇതോടെ വരുന്ന പിടിക്കണ്ടേ പോലെ എന്നും കണ്ടിരിക്കുന്ന കാഴ്ചയായിട്ട് കാണാനൊക്കെ ഈശ്വരുണ്ടാവാം അതുകളെ പ്രാർത്ഥനയുടെ ദൈവത്തിനാ അല്ലേ ഊപ്പേടും ഹരിക്കട്ടെ മനസ്സിൻ്റെ അകത്ത് പ്രാർത്ഥനയായിട്ടല്ലേ ഈ കാറ്റടിയായ ദേവനെ മനസ്സിൽ ധ്യാനിക്കുന്നുണ്ട് അല്ലേ എപ്പോഴും മനസ്സുകൊണ്ട് ധ്യാനിച്ച് വിളിക്കുന്ന വിളിയായിട്ട് കൂടുതലും മുറക്കിലും വാക്കിലും വചനം കൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും വിളിച്ച വിളി പോലെ ആവട്ടെ പൂർണ്ണമായിട്ട് ആഗ്രഹിച്ച പ്രകാരം ഒരു സ്വന്തം കാലിൽ നിൽക്കുന്ന പ്രവൃത്തി വരത്തില്ലേ അത് വന്നു കഴിഞ്ഞാൽ നിൽക്കുന്ന ഉടൻ തരുവാ ഒരു ദീപമായിട്ട് വരും ഇവിടെ അന്ന് കാണാം കേട്ടോ അനുഭവത്തിനാവട്ടെ ഹരിക്കട്ടെ എപ്പോഴും ധ്യാനിക്കട്ടോ എവിടെ പോയാലും വീട് പോകുന്ന ബന്ധമാവണമെന്ന് എപ്പോഴും മനസ്സുകൊണ്ട് ധ്യാനിച്ച് വിളിക്കുന്ന വിളിയായിട്ട് സങ്കടമാകുന്ന ബാങ്കുകൾ വന്നാൽ സന്തോഷമായി വിശ്വാസം എവിടെ പോകുമ്പോഴും മുന്നോട്ട് വെക്കുന്ന സമയത്ത് പിടിച്ചു പോലെ ഉണ്ടാവും കേട്ടോ അനുഭവത്തിനാണ് കളിയും ചിരിയും ക്യാമ്പിലുണ്ടെങ്കിലും തെയ്യം ആസ്വദിക്കുമ്പോൾ നമ്മൾ അവരിലൊരാളാവും. ഇപ്പോഴും മനസ്സിലുണ്ട്, ഒന്നും മായൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇരിക്കുന്ന എല്ലാവരും തെയ്യം കണ്ടുവല്ലോ അല്ലേ? ഇതിന് മുൻപ് ഇവിടെ വന്ന് കണ്ട ആൾക്കാരുണ്ടോ ഗ്രൂപ്പിൽ? നമ്മുടെ ഈ കാവിൽ വന്ന് തെയ്യം കണ്ട ആൾ എത്ര ആളുണ്ട്?
എവിടെയാ വന്നത്? ഇങ്ങോട്ടേക്ക് മുല്ലപ്പടി അല്ലേ? ഇവിടെ നോക്കുന്ന എല്ലാവർക്കും അംഗീകരിക്കാവുന്ന, എല്ലാവരും ശരിവെക്കുന്ന ഒരു ശരി തെയ്യം അനുസരിക്കുക. ഓരോ തെയ്യത്തിനും ഓരോ ശരിയാണ്. നിങ്ങളിങ്ങനെ വിചാരിക്കുന്നത് പോലെ എല്ലാവർക്കും നന്മയും സന്തോഷവും സമാധാനമൊന്നും തരാനൊന്നുമല്ല തെയ്യം വന്നിട്ടുള്ളത്. വന്ന ഒരാളെ നോക്കിയിട്ട് തീരുമാനിക്കും ഏതാ വേണ്ടത് നോക്കിയുള്ളത്. അവർക്ക് ചായ വേണ്ടവർക്ക് ചായ കൊടുക്കും, അവില് വേണ്ടവർക്ക് അവില് കൊടുക്കും, പഴം വേണ്ടവർക്ക് പഴം കൊടുക്കും. അതൊക്കെ ഈ തെയ്യത്തിൻ്റെ കല്യാണത്തിൽ കൂടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ചില ആളോട് ചോദിക്കും മറ്റേ സാധനം അത് വേണമെന്ന് ചോദിക്കും. അത് വേണമെങ്കിൽ സൈഡിൽ നമുക്ക് ഇത് നിങ്ങളോട് ഏത് ദൈവം നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് സ്മോൾ വേണം, സ്മോൾ കഴിക്കുന്നു അങ്ങനെ ചോദിക്കാൻ ധൈര്യമുള്ള ഏത് ദൈവം ഉണ്ട് ഇവിടെ? അത്ര ചങ്കുറ്റുള്ള ആരാ ഉള്ളത്? കാരണം കതിവനൂർ വീരൻ വന്നിരിക്കുന്നത് തന്നെ മദ്യമായിട്ടാണ്. ആരും മദ്യം കഴിക്കാത്തതാണ്. ഞാൻ മദ്യത്തെ ഒരു തരത്തിലും ഞാൻ മദ്യം കഴിക്കാത്ത ആളാണ്. ഞാൻ ബീർ പോലും കഴിക്കാത്ത മനുഷ്യനാണ് ഞാൻ. മാങ്ങാട്ട് മന്നത്ത് ഇയാളുടെ വീടെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉണ്ടോ നമ്മുടെ അടുത്ത ടൂർ പാക്കേജിൽ കതിവനൂർ വീരൻ്റെ വീട് സ്ഥലം അതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി മാങ്ങാട്ട് പറമ്പ് അറിയുമായിരിക്കും. ആ സ്റ്റോപ്പിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, അയാളുടെ കളരി അതൊക്കെ അവിടെ ഉണ്ട്. നമുക്കൊരു വേറൊരു സമയത്ത് വേണ്ടായിരുന്ന ഒരാൾ കർണാടകത്തിലേക്ക് അയാളുടെ അമ്മാവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അമ്മാവൻ്റെ വീടെന്ന് പറയുന്നത് കർണാടകത്തിലെ വിരാജ്പേട്ടയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലുള്ള കഥനൂർ, KADANUR അതാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ അയാളുടെ അമ്മാവനുണ്ട്. അമ്മാവൻ്റെ അടുത്തേക്കാണ് ഇയാൾ ഇവിടുന്ന് പോകുന്നത്. അതിൻ്റെ നമുക്കത് വിശദമായിട്ട് വേണമെങ്കിൽ നമ്മുടെ ചർച്ചയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ പിന്നീട് അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറയാം. അങ്ങനെ അവിടെ മരിച്ച അവിടെയാണ് ഇയാൾ കൊടകരുടെ തെയ്യമാണ്. അപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിലാണ് അയാൾ നമ്മുടെ മലനാട്ടിലേക്ക്, നമ്മുടെ മലയാള നാട്ടിലേക്ക്, അയാൾ സ്വന്തം നാട്ടിലേക്ക് വരുന്നത് വേറെ ചില സാഹചര്യത്തിലാണ്. മത്സ്യവും ഒക്കെ സമർപ്പിക്കുന്ന വലിയ ആഘോഷങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലും ആരാധനയിലും നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചകളിലും നമ്മുടെ അനുഭവങ്ങളിലൊക്കെ തിരിച്ചും വ്യത്യസ്തമായിട്ടുള്ളത് അത് കുറേ കൂടി മനുഷ്യനെയും ഒന്നുമില്ല. മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ നിറമാലയോ ഉഷപൂജയോ രാവിലെ വിളക്ക് കൊളുത്തി അങ്ങനെ ഉണർത്തേണ്ടുന്ന എന്തെങ്കിലും ദൈവമോ അങ്ങനെ ഉറക്കേണ്ടുന്ന എന്തെങ്കിലും ദൈവമോ നമ്മുടെ കാവിനകത്തില്ല. ഇനി കൂടുതൽ ഇത് കാണാനും ഒരു ദൈവം അവിടെ സാധ്യമാവും. അപ്പോൾ ഈ പിന്നെ നമ്മുടെ ഈ തെയ്യം കിട്ടുന്ന ആൾക്കാർക്ക് പല കാര്യങ്ങളും പല സംശയങ്ങളോ പല കാര്യങ്ങളും നമ്മൾ ഫോണൊക്കെ വിളിക്കും. അപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഈ മുത്തപ്പ തെയ്യം വിളിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു സംഭവമാണ്, ചേട്ടാ ഇപ്പം വിളിക്കാൻ ചേട്ടാ തമ്പുരാൻ മലയിറക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാനെ മലയിറക്കുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാനുള്ളത് ഇവിടെയാണ്, കുന്നത്തൂർ മലയുടെ മുകളിൽ ഗുഹയിൽ അതിൻ്റെ മുകളിലുള്ളത്. വയള തെയ്യം നടക്കുന്ന ചെറുതോ വലുതോ യാത്രകൾ ചെയ്യുക, പുതിയ ആളുകളെ കാണുക, ആശയങ്ങൾ കൈമാറുക, കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം എല്ലാം മറന്ന് ആസ്വദിക്കുക. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ.